ഹായ്, പ്യുവർ ഡിസൈൻ ഹോംസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്നൊരു പ്ലാനിൻ്റെ പ്രോപ്പർ ഫർണിച്ചർ ലേഔട്ടിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. 1280 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു പ്ലാൻ 6 സെൻറ്റ് പ്ലോട്ടിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്നും മെയിൻ ഡോറ് കയറി വരുമ്പോൾ മെയിൻ ഡോറിൻ്റെ ഷട്ടർ തുറന്ന് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വോള് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ലിവിങ് ഏരിയയിൽ നമുക്കൊരു സ്റ്റെയർ കേസ് ആ ലിവിങ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയയാണ് നമുക്ക് പ്രോപ്പറായിട്ട് സോഫയ്ക്കും ടി വി യൂണിറ്റുമായിട്ട് നമുക്ക് കിട്ടുന്നത്. 2.7 മീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ സോഫ അറേഞ്ച്മെൻറ്റ്സും സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ഭാഗമായിട്ട് ടി വി യൂണിറ്റും ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഡയറക്റ്റ് വ്യൂ കിട്ടാത്ത രീതിയിൽ കോമൺ ടോയ്ലറ്റിനോട് ചേർന്നിട്ടാണ് വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് നോക്കാം. ഒറ്റപ്പാളി ഇരു സൈഡിലും കൊടുത്തിട്ട് തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിലാണ് ബെഡിൻ്റെ ഹെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡോറ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്വിച്ച് പൊസിഷൻ നൽകി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്പേസിലാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കിഡ്സിനുള്ള ബെഡാണ്. അവിടെയും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഹെഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ സ്റ്റഡി ടേബിളും ബുക്ക് ഷെൽഫും ഒക്കെ നൽകാനും കഴിയുന്നുണ്ട്. നോർമലി നമ്മൾ കാണുന്ന രീതിയിലല്ലാതെ ഓപ്പൺ കിച്ചണും വർക്ക് ഏരിയയും ടുഗദർ ആയിട്ട് വരുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഫംഗ്ഷൻ നൽകിയിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയയിൽ ഒരു വരാന്ത പോലെ ഒരു വർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്നും നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വീടിനെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് 3D ഫ്ലോർ പ്ലാൻ ചെയ്ത് നൽകിയതെന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്